ജനറ്റിക് ഇക്വിലിബ്രിയത്തിനെ എഫക്റ്റ് ചെയ്യുന്ന അടുത്ത ഫാക്ടറാണ് ജീൻ റീകോമ്പിനേഷൻ. സോ ജീൻ റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ റീഷഫ്ലിംഗ് ഓഫ് ജീനുകൾ തമ്മിൽ റീഷഫിൾ ചെയ്യുക. സോ റീഷഫ്ലിംഗ് ഓഫ് ജീൻ കോമ്പിനേഷൻ എന്ന് നൽകുന്നു? പ്രൊവൈഡ് ന്യൂ കോമ്പിനേഷൻ. ജീനുകൾ തമ്മിൽ റീഷഫിൾ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നിലവിലുള്ള ജീൻ കോമ്പിനേഷൻ റീഷഫിൾ ചെയ്യുകയാണെങ്കിൽ പ്രൊവൈഡ് ന്യൂ കോമ്പിനേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ജീൻ. നിലവിലുള്ള ജീനുകളിൽ പുതിയ കോമ്പിനേഷൻ ഓഫ് ജീൻസ് വരുന്നു ഡ്യൂറിങ് ക്രോസ് ഓവർ. സോ ക്രോസിംഗ് ഓവർ നടക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? റീകോമ്പിനേഷൻ നടക്കുന്നത്. ജീനുകൾ തമ്മിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ജീനുകൾ തമ്മിൽ അവരുടെ ജീനുകളുടെ ആ സെഗ്മെൻറ്റുകൾ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പുതിയ ജീൻ കോമ്പിനേഷൻസ് വരുന്നു. അതാണ് ജീൻ റീകോമ്പിനേഷൻ. നമ്മൾ പറഞ്ഞു ക്രോസ് ഓവർ സമയത്ത് ഇവരുടെ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡുകൾ തമ്മിൽ അവർ ക്രോസ് ഓവർ ചെയ്ത് അതിൽ ആ ഒരു പാരൻ്റൽ സെഗ്മെൻറ്റും മറ്റേ സെഗ്മെൻറ്റും കൂടി കമ്പൈൻ ചെയ്ത് പുതിയ കോമ്പിനേഷൻസ്, അത് ഏത് സെഗ്മെൻറ്റുമായിട്ട് വേണമെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ ABC ആ ലോക്കസുകളിൽ നിന്ന് ഇതുപോലെ ക്രോസിംഗ് ഓവർ നടക്കാം. സോ ക്രോസിംഗ് ഓവർ സമയത്ത് പുതിയ കോമ്പിനേഷൻസ് നടക്കുന്നു. നിലവിലുള്ള ജീനുകളിൽ പുതിയ ക്രോസിംഗ് ഓവർ നടന്ന് പുതിയ കോമ്പിനേഷൻ നടക്കുന്നു. അതാണ് പറയുന്നത് റീഷഫ്ലിംഗ് ഓഫ് ജീൻ കോമ്പിനേഷൻ. അതാണ് ജീൻ റീകോമ്പിനേഷൻ. അപ്പോൾ ജീൻ റീകോമ്പിനേഷൻ വഴി എന്ത് സംഭവിക്കുന്നു? അല്ലെങ്കിൽ ജനറ്റിക് റീകോമ്പിനേഷൻ വഴി ഇറ്റ് മേ ബ്രിങ് ടുഗദർ ദ ജീൻസ്. ജീനുകളെ അടുത്തടുത്ത് കൊണ്ടുവരും. എങ്ങനത്തെ ജീനുകൾ? ഡിഫറെൻറ്റ് ടൈംസ് ആൻഡ് പ്ലേസ്. പല സമയത്തുള്ള പല പ്ലേസുകളിലുള്ള ജീനുകളെ ഒരുപക്ഷെ ഒരുമിച്ച് കൊണ്ടുവരും. ആര്? ഈ പറഞ്ഞ ജീനറ്റിക് റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്. സോ ഇതുവഴി ജനറ്റിക് റീകോമ്പിനേഷൻ അഥവാ ജീൻ റീകോമ്പിനേഷൻ വഴി പുതിയ ജീനുകൾ ആഡ് ചെയ്യപ്പെടാം. അതുപോലെ തന്നെ പുതിയ കോമ്പിനേഷൻസ് ജീൻ പൂളിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. സോ പുതിയ ജീനുകൾ ആഡ് ചെയ്യുമ്പോൾ ജീൻ പൂളിൽ പുതിയ ഫ്രീക്വൻസികൾ ഉണ്ടാകുന്നു. അതായത് ന്യൂ കോമ്പിനേഷൻസ് ഓഫ് ജീൻ ഫ്രീക്വൻസി പുതിയ ജീൻ പൂളിൽ ഉണ്ടാകുന്നു. അതെന്താവുന്നു? അതൊരു ഇവല്യൂഷണറി ഏജൻ്റായിട്ട് മാറുന്നു. സോ ജീൻ റീകോമ്പിനേഷൻ നടന്നാലും നിലവിലുള്ള എക്സിസ്റ്റിംഗ് ജീനുകളുടെ പൂളിൽ അല്ലെങ്കിൽ അവരുടെ ഫ്രീക്വൻസിയിൽ മാറ്റങ്ങൾ വരുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? എപ്പോഴൊക്കെ ഈ ഇവല്യൂഷണറി ഏജൻ്റായിട്ട് ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ആക്ട് ചെയ്യണോ അതൊക്കെ ഇവല്യൂഷനിലേക്ക് ലീഡ് ചെയ്യുന്നു. നിലവിലുള്ള ആ പോപ്പുലേഷനിൽ അല്ലെങ്കിൽ ജീനുകളിൽ എന്ത് തരത്തിലുള്ള മാറ്റങ്ങൾ വന്നാലും അത് ഇപ്പോൾ പറയുന്ന ജീനുകളുടെ റീഷഫ്ലിംഗ് മൂലം പുതിയ കോമ്പിനേഷൻ ഓഫ് ജീൻസ് നിലവിലുള്ള ജീനുകളിൽ അല്ലെങ്കിൽ ആ പോപ്പുലേഷനിൽ സംഭവിക്കുന്നു. വളരെ വ്യത്യസ്തമായ തരത്തിലുള്ള ജീനുകളെ ഒരുമിച്ച് കൊണ്ടുവരാനും സാധിക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ വെച്ചാൽ പുതിയ ജീൻ പൂളിൽ പുതിയ ഫ്രീക്വൻസിയോട് കൂടിയുള്ള ജീനുകൾ ഫോം ചെയ്യുന്നു. അതൊരു പുതിയ സ്പീഷീസ് ആയിട്ട് മാറാനുള്ള സാധ്യതയാണ്. സോ ഇതും ഒരു ഇവല്യൂഷണറി ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മുടെ ജനറ്റിക് റീകോമ്പിനേഷൻ അല്ലെങ്കിൽ ജീൻ റീകോമ്പിനേഷനും ജനറ്റിക് ഇക്വിലിബ്രിയത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ട് മാറുന്നത്.